സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അവിടെ നോക്കി, അവിടെ ഒരു കാലം നടക്കുന്ന പോലെ കേൾക്കുന്നു. ആ രൂപ അവിടെ തന്നെ ഇരിക്കണത്. പക്ഷെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇതിപ്പോൾ ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ദൂരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ കയറിയതിന് ശേഷം പറയാം. കയറിയിട്ട് ഞാൻ പറയാം കാര്യങ്ങൾ. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ സൗണ്ടും നല്ല രീതിക്ക് കേൾക്കാനുണ്ട് ഇവിടെ. അപ്പോൾ കാര്യങ്ങളെന്താ വെച്ചാൽ അകത്ത് പോയിട്ട് ഞാൻ പറയാം. അപ്പം നല്ല രീതിക്ക് ഒരു ഭയങ്കര ഇരുട്ട് മൂടിയ സ്ഥലമാണ്. കാരണം അവിടെ ആയിട്ടൊരു പോസ്റ്റ് ലൈറ്റ് ഉണ്ട്, അത് മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഞാൻ നിന്ന സ്ഥലത്തും ഒരു പോസ്റ്റ് ലൈറ്റ് ഉണ്ട്. ഇവിടെ അധികം പോസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ആരും നടക്കുന്ന പോലെയൊക്കെ ഫീൽ ആവുന്നുണ്ട്. എന്താ കാര്യം എന്നറിയില്ല. ഇവിടെ ഭയങ്കര, സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു നല്ല രീതിക്ക് ഒരു ഹൊറർ പ്ലേസ് തന്നെയാണ്. കാരണം ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതാണ്. ഇതിൻ്റെ കാര്യം ഞാൻ സൂര്യയുടെ കാര്യം അറിയാലോ. സൂര്യക്ക് ഇപ്പോൾ അത്യാവശ്യം വയ്യാണ്ടിരിക്കുകയാണ്. കാരണം അവൻ്റെ ഹാർട്ടിന് ചെറിയ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ സൗണ്ട് കേട്ടായിരുന്നു. വെള്ളത്തിലൊക്കെ എന്തൊക്കെയോ അനങ്ങണ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഗൈസ്. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ ആയിട്ട് ആ ചെടി നൈസായിട്ടൊന്ന് അനങ്ങിയായിരുന്നു. കുഴപ്പമില്ല, സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. സൂര്യ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ അറിഞ്ഞിട്ടില്ല ഞാൻ വന്ന കാര്യം തന്നെ. ഇപ്പം സൈലൻ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഇൻട്രോ പറയാം. സൗണ്ട് കേൾക്കുന്ന ഇൻട്രോ പറഞ്ഞിട്ടും കൂടി ഇല്ല. അതിന് മുമ്പേ തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സൈലൻ്റ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണോ വന്ന് വീഴാനുണ്ട്. എത്തുമല്ലോ വന്ന് ഗൈസ്. ഇപ്പം എനിക്കറിയാമല്ലോ ഈ സൂര്യയുടെ ചെറിയ ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നമായിട്ട് അവൻ റെസ്റ്റിലാണ്. അവനിക്ക് അറിയാൻ പാടില്ല ഞാൻ അവിടെ വന്ന കാര്യം. ഒന്നാമതെ ഞാനൊരു അടുത്ത് പറഞ്ഞാണ് ഇങ്ങനെ ലൊക്കേഷൻ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഇവിടെ അന്വേഷിച്ചാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കും അത്യാവശ്യം നടന്ന് ഓടി വന്ന സൗണ്ട്. ഇവിടെ ഞാൻ വന്നിട്ടുള്ളൂ, വന്ന് കയറിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ് ഇത് ചാടണ പോലെയൊക്കെ സൗണ്ട് കേൾക്കണ്ട്. എന്തുവാണോ കരയാണ്. സത്യമായിട്ട് നല്ല രീതിക്ക് പേടി തോന്നാനുണ്ട്. കാരണം ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളൂ. സൂര്യ പോലും എൻ്റെ കൂടെ ഇല്ല. സൂര്യ എൻ്റെ അടുത്ത് പറഞ്ഞാണ് വരണ്ട എന്ന് പറഞ്ഞാണ്. ഞാൻ എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും സൂര്യ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇവിടെ വരണ്ട, ഒറ്റയ്ക്ക് വരണ്ട. കാരണം
ഞാൻ അവൻ്റെ കൂടെ വന്നിട്ട് തന്നെ പല രീതിക്കും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അറിയാൻ പാടില്ല എന്താ നടക്കണം. ഞാൻ അവൻ്റെ കൂടെ വന്നപ്പോഴും പല രീതിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള. അയ്യോ ഹലോ, ഇവിടെ ഞാൻ നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നേക്കണല്ല. ഇവിടെ ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കണം. നിങ്ങളുടെ കാര്യങ്ങളെ അറിഞ്ഞപ്പോഴത്തേക്കും ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പുറം ലോകത്തോട് അറിയിക്കാൻ വേണ്ടി വന്നതാ. അയ്യോ ഗൈസ്, എൻ്റെ അടുത്ത് ഓടി വരുന്നുണ്ട്. ഇൻട്രോ പറയാൻ പോലും സമ്മതിക്കുന്നില്ല എൻ്റെ അടുത്ത്. സൈലൻ്റ് ആയിട്ടുണ്ട്. സൈലൻ്റ് ആയിട്ടില്ല. അയ്യോ എന്തൊക്കെയാണ് ഇവിടെ നടക്കണം. നല്ല രീതിക്ക് പേടിയാവുന്നുണ്ട്. ഇപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് ഗൈസ്, ഇപ്പം ഞാനിവിടെ നിൽക്കണണ്ടിട്ട് ആരോ കണ്ട് പറഞ്ഞു കൊടുത്തായിരുന്നു ഇവിടുത്തെ ചേട്ടന്മാരുടെ അടുത്ത്. അപ്പോൾ അവരാണ് നേരത്തെ വണ്ടിയുടെ ശബ്ദം കിട്ടുന്നത് ഞാൻ പറയില്ലേ. അവരാ വന്നത്. അവർ വന്നിട്ട് എന്നെ കണ്ടിട്ട് അവരിങ്ങോട്ടേക്ക് പോലും കയറിയില്ല. അവർ ആ ഭാഗത്ത് നിന്നിട്ട് എന്നെ വിളിക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ പെട്ടെന്ന് പോസായിട്ട് പോയത്. അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ അധികം നിൽക്കരുത്. ഇപ്പം ഞാൻ കാര്യം പറഞ്ഞേ, ഇവിടെ ഇതുപോലെ ഇങ്ങനെ സംഭവം പറഞ്ഞിട്ട് ചെറിയ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇവിടെ അന്വേഷണം ഉണ്ടായി. ഞാൻ കാര്യം അവരോട് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞ് മോനെ നിങ്ങൾ അധികം നിൽക്കരുത് നീ ഇവിടെ, കാരണം നിനക്ക് ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ നിൽക്കണത്, ഭയങ്കര അപകടമാണ്. കാരണം അത് അവർ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. സൗണ്ട് കേൾക്കാൻ തുടങ്ങി ഇവിടെ. ആയിക്കോട്ടെ. അപ്പോൾ അവരെൻ്റെ അടുത്ത് അവിടെ ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് ആ ഭാഗം കണ്ട ഈ ചെടീൻ്റെ അപ്പുറത്ത് ആ ഭാഗത്തായിട്ടാണ് അവരെൻ്റെ അടുത്ത് അവിടെ നിന്നിട്ടാണ് അവരെന്നെ വിളിച്ചതും എൻ്റെ അടുത്ത് പറഞ്ഞതും. എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ അധികം നിൽക്കരുത് മോനെ, നീ ഇവിടെ നിന്ന് ഞാൻ നിനക്ക് ഡേഞ്ചറാണെന്നാണ് പറഞ്ഞത്. കാരണം അത്രക്കും നല്ല രീതിക്ക് ഇവിടെ ആൾക്കാർ പലരും കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളുടെ ഇവിടുത്തെ ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ കിടക്കണം ആ കുപ്പിയുണ്ട, അതിപ്പം അങ്ങോട്ടേക്ക് വന്നേ ഉള്ളു. ഞാൻ സൂര്യ ഉള്ളപ്പോൾ ഉള്ള രണ്ട് ക്യാമറ ഉള്ള സെക്കൻഡറി ക്യാമറ പോലെ അത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ എന്നെ ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് അതവിടെ വീണത്. ഞാൻ ഇപ്പം എൻ്റെ കണ്ണോട് നേരിട്ട് കണ്ടതാണ്. അത്രയും നല്ല രീതിക്ക് ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ് അത്. എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അപകടം എന്നാണ് അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അവൻ്റെ അടുത്ത് കെഞ്ചി പറയത് മോനെ ഇവിടെ നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനും കൂടി സാക്ഷി പറയാൻ വയ്യാന്നാണ് പറഞ്ഞത്. കാരണം ഇവിടെ പല രീതിക്കുള്ള പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണെന്നറിയാൻ പാടില്ല, ഇപ്പം നല്ല രീതിക്ക് സൈലൻ്റ് ആയിട്ടുണ്ട് ഇവിടെ. സമാജത്തിൽ നിങ്ങളുടെ കാര്യം പറയാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങളെ കാണിക്കണമെങ്കിൽ സൂര്യ കാണുന്നത്. സൂര്യ കാണുമ്പോഴത്തേക്കും എനിക്ക് സൂര്യട്ടേക്കും നല്ല രീതിക്ക് അവൻ ചിലപ്പോൾ തല്ലിന്ന് വരും. കാരണം ഇപ്പം തന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ കണ്ടതാണിപ്പോൾ. കാരണം നല്ല രീതിക്ക് ആക്ടിവിറ്റി, നല്ലൊരു ശബ്ദം, എൻ്റെ പൊന്നെ എന്തൊക്കെയോ എടുത്ത് എൻ്റെ നേരെ അറിയണ പോലെയൊക്കെ. ഇനി ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പറയണ പോലെ എന്തെങ്കിലും ആത്മാവ് അങ്ങനത്തെ കാര്യങ്ങളാണോ ഇതൊക്കെ ചെയ്യണത്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുന്ന പോലെ എനിക്കറിയില്ല. കാരണം ഇവിടെ സ്ഥലം കണ്ടിട്ട് അതുപോലത്തെ ഒരു സ്ഥലമായിട്ടും തോന്നുന്നുണ്ട്. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ഈ സാമൂഹ്യ വിരുദ്ധമെന്നാണ് എനിക്ക് അങ്ങനെയുള്ള ടീമുകളാണ് തോന്നുന്നില്ല. കാരണം സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ കാരണം പലരും ഇവിടെ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളതാണ്. നല്ല ഇവിടെ പലതിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ വേറെ ചില മരണങ്ങളും നടന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ വഴിയെ ഞാൻ പറയാം. കാരണം ഇപ്പോൾ നല്ല രീതിക്ക് സൈലൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങാം. കാരണം ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. അവിടെ നോക്കി, അവിടെ ഒരു
ശബ്ദം അയ്യോ ആ രൂപ അവിടെ നിന്ന് മാറുന്നില്ല. അവിടെ തന്നെ ഇരിക്കും. പുറകിൽ നിന്നൊക്കെ ശബ്ദം. ഓക്കെ, ഹലോ, ആരാത്? കുറച്ചോനെ ഇവിടെ ആൾക്കാരെൻ്റെ അടുത്ത് പലതും പറഞ്ഞു. ഇപ്പം 2 ചേട്ടന്മാർ വന്നിട്ടു എൻ്റെ അടുത്ത് പലതും പറഞ്ഞു. അവിടെ തന്നെ ഇരിക്കാൻ പഠിച്ചത്. കാല് നടക്കുന്ന പോലെ കേൾക്കുന്നു. ആ രൂപ അവിടെ തന്നെ ഇരിക്കണത്. പക്ഷെ ഉമ്മ അയ്യോ അടച്ചു. അയ്യോ ആ രൂപത്തോടെ കാണുന്നില്ല. നേരത്തെ അവിടെ ഇരുന്നാ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവിടെ മേത്തോട്ട് എന്താ പൂവോ എന്തൊക്കെ വന്ന് വീഴുന്നുണ്ട്. എന്തോ മേത്തോട്ട് എന്തൊക്കെ വന്ന് വീഴുന്നു. സൈലൻ്റ് ആയിട്ടുണ്ട്. എന്തായാലും ബാക്കി തുടങ്ങാം എന്തായാലും. കാരണം അയ്യോ ബേക്കറോട്ട് നടു അടിച്ചോണ്ട് നടു നല്ല വേദനയുണ്ട്. എൻ്റെ കണ്ണാണെങ്കിൽ ലൂസാണ്. എൻ്റെ ബേഗ് ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. മൈന്യൂട്ടായിട്ട് നല്ല രീതിക്ക് ശബ്ദം കേൾക്കുന്നുണ്ട്. കൂടാക്ക് ആറിയ ചെരിപ്പൊക്കെ കിടക്കുന്നുണ്ട്. അയ്യോ ഗൈസ്, ഇവിടെ മൊത്തം കാടും. മൊത്തം കാടാണ് ഇവിടെയൊക്കെ. നല്ല രീതിക്ക് പേടിയാവുന്നുണ്ട്. എന്തായാലും കയറി നോക്കാം, അങ്ങോട്ടേക്ക് പോയി നോക്കാം.